നമ്മൾ കിന്നോർ വാലി കൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റക്കോങ് പ്യോയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കുഞ്ഞു വില്ലേജ് ഉണ്ട്. മനോഹരമായിട്ടുള്ള ഒരു മലഞ്ചെരിവിൽ സ്ഥിതി ചെയ്യുന്ന റോഗി വില്ലേജ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കിന്നർ കൈലാസ് മലനിരകളാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അധികം കിടുവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാചലിൽ പല സ്ഥലത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട റോഡുകളിലൊന്നും ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ റോഗി വില്ലേജ് പറയും. പലരും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് റോഗി വില്ലേജ്. യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെ മനസ്സിലും ഇതുപോലെ ഒരു ഡ്രീം ലാൻഡ് ഉണ്ടാവും. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ തോന്നുന്ന താഴ്വരകളും മഞ്ഞ് പുതച്ച മലനിരകളും നിറഞ്ഞ സുന്ദരമായിട്ടുള്ള ഒരു ഭൂമി, അതാണ് റോഹി വില്ലേജ്. ഹിമാചൽ പ്രദേശിലെ കിന്നൂർ വാലിയിലുള്ള കൽപ്പയിൽ നിന്ന് 5 കിലോമീറ്ററാണ് ഈ റോഹിയിലേക്കുള്ള ദൂരം. ഈ കൽപ്പയിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളും ട്രാവലേഴ്സൊക്കെ വരാറുണ്ടെങ്കിലും പൊതുവെ എല്ലാവരും അവോയ്ഡ് ചെയ്ത് വിടുന്ന ഒരു സ്ഥലമാണ് റോഹി. കാരണം അധികം ആർക്കും അറിയില്ല 5 കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും അനുഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ കൂടി നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യാത്ര ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോടെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തേക്കുള്ള റോഡെന്ന് പറഞ്ഞാൽ ഒരു 1.5 റോഡാണ് കേട്ടോ. അതായത് ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ. പല ഭാഗത്തും കൈവരികളൊന്നുമില്ല. നോക്കി ഓടിക്കണം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. അതുപോലെ ചിലപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 3 വർഷം മുമ്പാണ്. 3 വർഷം മുമ്പ് ആദ്യം റക്കോങ്ക്യോ വന്നു, അവിടെ നിന്ന് കൽപ്പ വന്നു. കൽപ്പയിൽ നിന്ന് റോഗിയിലോട്ട് 5 കിലോമീറ്റർ നടന്നു. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നടപ്പായിരുന്നിട്ട് അത്. നമ്മുടെ ഒരു സുഹൃത്ത് രഞ്ജിത്താണ് ആദ്യമായിട്ട് ഈ റോഗി വില്ലേജിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞ് നീ എന്തായാലും കൽപ്പയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നീ റോഗി മിസ്സാക്കരുത്. കാരണം കൽപ്പ വരെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ അതിനപ്പുറം ഒരു 5 കിലോമീറ്റർ എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇതങ്ങ് ചേഞ്ച് ആവണം. നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകളായിരിക്കില്ല കൽപ്പയിൽ നിന്ന് റോഗിയിലോട്ട് നമ്മൾ കാണാൻ പോണത്. കാരണം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വണ്ടിയൊന്നും പിടിക്കണ്ട, നീ അങ്ങോട്ട് നടന്നു, നിനക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നടപ്പായിരിക്കുന്നു പുള്ളി പറഞ്ഞ്. അങ്ങനെ ആ ഒരു സജഷൻ മാനിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു കേട്ടോ. ആദ്യമായിട്ട് അത്രയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ റോഗിയിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ ശാസ്ത്രീയ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയും കിന്നർ കൈലാസ് ഈ മലനിരകൾ ഇങ്ങനെ എന്താ പറയുക വല്ലാത്തൊരു സീനാട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ ഈ ഒരു അതിൻ്റെ കിന്നർ കൈലാസിൻ്റെ മേളിൽ ഒരു ശിവലിംഗം പോലൊരു ഇതുണ്ട്, ഒരു റോക്കുണ്ട്. അപ്പോൾ ആളുകൾ ഇവിടെ നിന്നിട്ട് ഇവിടെ വന്നിട്ട് അത് നോക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഒരു കുറച്ചുകൂടി എന്താ പറയുക വിശ്വാസപരമായിട്ടും പ്രാധാന്യമുള്ള ഒരു മലനിരയാണ് കിന്നർ കൈലാസ്. അപ്പോൾ ഇപ്പം നമ്മൾ നിർത്തിയിട്ടേക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ റോഗി വില്ലേജ് എത്തുന്നതിൻ്റെ കുറച്ച് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ല മരങ്ങളും അതിൻ്റെ താഴെയുള്ള റോഡിൻ്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടി. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ടു. അപ്പോൾ നേരം വെളുത്തപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കിട്ടി. കേരള से हाँ घूमने कैसा लगा किन्नौर? ओह अच्छा लगा, बहुत सुंदर है. आपका नाम? शिवराम. ओके. ओ रोड इधर एंड आगे कितना किलोमीटर? 2 किलोमीटर. ठीक है, താങ്ക് യു. അപ്പോൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററും കൂടി നമുക്ക് അങ്ങോട്ടേക്ക് റോഡുള്ളൂ. അവിടം വരെ എൻഡാണ്. റോഗി വില്ലേജ് ആയിട്ട് റോഡ് എൻഡിങ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ വണ്ടിയിലോട്ട് പോകാട്ടാ. ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. നമ്മുടെ സാധനങ്ങൾ ഐറ്റംസ് ഇതൊക്കെ ചെയറൊക്കെ മേലെ കയറ്റി കൂടാം, നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് പാക്കപ്പ് ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടാ. ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടുന്ന് പതുക്കെ പോവാണ്. നമസ്തേ ജി. आपका नाम? नंदलाल. ओके. इधर रोगी. ഓക്കെ. അപ്പോൾ നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ള നന്ദലാൽ ഭായി വന്ന് നോക്കേട്ടോ എന്താ ഒരു പരിപാടി നോക്കിയിട്ട്. ബാവുക്ക് രാവിലെ എന്താ ഉണ്ടാക്കണം? ബാവുക്ക ഇത് മഷ്റൂം സൂപ്പാ. പക്ഷെ എൻ്റെ പൊന്നെ ഇതിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അതൊക്കെ ഇപ്പോൾ മേടിച്ച് പിന്നെ ഇല്ല. മഷ്റൂം സൂപ്പ് ഉണ്ടാക്കിയിട്ടാ നോക്കുക. നല്ല ഇതായിരിക്കും. അപ്പോൾ ഈ തണുപ്പത്ത് രാവിലെ തന്നെ മഷ്റൂം സൂപ്പൊക്കെ അടിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ അല്ലേ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. മഷ്റൂം വെജിറ്റബിൾ സൂപ്പ്. ഓഫ്, നല്ല തണുത്ത അന്തരീക്ഷത്തിൽ നോക്കട്ടെ. ഇതാണ് നമ്മുടെ സൂപ്പ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ ബാവുക്ക ഒന്നും പറയാനില്ല. കിടിലൻ സാധനം. ഉപ്പ് കുറച്ചുകൂടെ ഇങ്ങോട്ടാ ഞാൻ കുടിച്ചോളാം. ഇങ്ങോട്ടാ പോയി. അപ്പൊ നമ്മുടെ നന്ദലാൽ ഭായി നമുക്ക് ഒരു കവർ നിറച്ച് ആപ്പിളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
ഗോൾഡൻ ആപ്പിൾ ഗോൾഡ് ഉണ്ട്, റെഡ് ഉണ്ട്. കിനോർ ആപ്പിൾസ് ആണ് ഏറ്റവും ടേസ്റ്റി ആപ്പിൾസ് ആണ്. താങ്ക് യു ഭയ്യ. വാവുക്ക കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിന്നോർ ആപ്പിളിനെ പറ്റിയിട്ട്. അപ്പൊ നമുക്കുണ്ടായിരുന്നു പറഞ്ഞാൽ ടേസ്റ്റി ആണെന്ന്, പക്ഷേ വിന്റർ അല്ലേ, എങ്ങനെ കിട്ടാനല്ലേ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് താഴെയുള്ള അല്ലേ ഗർ ഏക് ഓക്കെ ഇത് തന്നെ കേട്ടോ ആളുടെ വീട്. ആപ്പിൾ തോട്ടം അല്ലേ പുള്ളിയുടെ? ഓ, ഈ കാണുന്ന ഫുള്ള് നമ്മുടെ നന്ദലാൽ ഭായിയുടെ ആപ്പിൾ തോട്ടം കേട്ടോ. കൊറേ ആടൊക്കെ കണ്ടിട്ടോ അവിടെയൊക്കെ പുള്ളിയുടെ കേട്ടാ. പുള്ളി പറഞ്ഞാൽ രാത്രിയോടെ വന്നത് കണ്ടില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി റൂമൊക്കെ തുറന്ന് നമുക്ക് കിടക്കാൻ സൗകര്യം. ഓ താങ്ക് യു ഭയ്യ, താങ്ക് യു. എന്റെ പോനെ കിടിലൻ ആപ്പിൾ ട്ടാ, കിടിലൻ ആപ്പിൾ. താഴെ അതാണ് വീടല്ലേ? ഓക്കെ, ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരെ. അങ്ങനെ ഞാൻ ആ റോട്ടിൽ നിന്ന് ഉള്ള വീട്ടിലോട്ട് താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതാണ് മറ്റേ നേരത്തെ കണ്ട സ്റ്റോറേജ്. ഇതിൻ്റെ ഉള്ളിൽ അവർ സമ്മറിൽ വിറക് സംഭവങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും, വിൻ്ററിൽ യൂസ് ചെയ്യും. പിന്നെ ഇവിടെ ആടുകളെയൊക്കെ പാർപ്പിക്കുന്ന സ്ഥലം കേട്ടോ. നോക്കിയേ എന്ത് രസമാണെന്ന് നോക്കി. ചെമ്മരിയാട് അവർ പുല്ല് നിന്നുകൊണ്ടിരിക്കുക. ഇനി ഇങ്ങോട്ട് പോയാൽ ഇത് ആ ഒരു വെയർ ഹൗസിൻ്റെ ഫ്രണ്ട്, ആ 2 നില കേട്ടോ, മേളിലും താഴെയുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്നോഫോൾ ഉണ്ടാകുന്ന സമയത്ത് ആടുകളെ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കും. ഇതും ആടുകൾക്കുള്ള ഒരു സ്പേസാണ്. ഇവിടെയുള്ള എല്ലാ വീട്ടിലും ഇതുപോലുള്ള സ്പേസാണ് കേട്ടോ മൃഗങ്ങൾക്ക് പാർപ്പിക്കാനായിട്ട്. കാരണം അവർക്കും വിൻ്റർ സർവൈവ് ചെയ്യണമല്ലോ. ഇവിടുന്ന് മുകളിലോട്ട് ഏണി വെച്ചിട്ട് മേളിലാണ് നമ്മുടെ വൈക്കോല് ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്യണത് കേട്ടോ. ഇത് ഇവിടെ മേളിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഫുള്ള് വൈക്കോലൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. വൈക്കോല്, അതുപോലെ വിൻ്ററിൽ കത്തിക്കേണ്ട ചെറിയ കൊള്ളികൾ, ഇതൊക്കെ സമ്മറിൽ ഇവർ കഷ്ടപ്പെട്ട് അത് ഇത്രയും വലിയ മലയാണ്, ഈ മലയിലോട്ടൊക്കെ കൊണ്ടുവന്ന് എത്തിക്കണ കാര്യമേ എല്ലാം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ട് ഈ സമയത്ത് അതൊക്കെ ഉപയോഗിക്കും. നേരത്തെ ബാവക്ക് പറഞ്ഞ പോലെ കിന്നോർ ആപ്പിളാണ് ഏറ്റവും ബെസ്റ്റ് ആപ്പിൾ. അതുപോലെ തന്നെ ഈ മരങ്ങളും ഭയങ്കര സ്ട്രോങ് കേട്ടോ. എനിക്ക് നല്ല ഒരു പക്ക ഒരു ഉണങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തിക്നെസ് കണ്ട. വിൻ്റർ ആയതുകൊണ്ട് മൊത്തം ഉണങ്ങിപ്പോയി. ഈ മരം കണ്ടത് ഹിമാചലിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പൈൻ ട്രീസ് ഉണ്ട്, മനസ്സിലല്ലേ? ഇതിന്റെ പേരാണ് ചിൽക്കോസ. ഇതിന്റെ മേലെ കണ്ട, ഇത് സമ്മറിൽ ഉണ്ടാവുള്ളൂ, ഒന്ന് ബാക്കിയുണ്ട്. ഇതാണ്ട് താഴെ നിൽക്കേണ്ടത് ചെറിയ ഇതല്ലേ? അത് പൈൻ ഫ്രൂട്ടാണ്. ഇത് പൊട്ടിച്ചെടുക്കും, ഈ മരത്തിന്റെ മാത്രം പൊട്ടിച്ചെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ചിൽക്കോസ നട്ട്സ് എന്ന് പറഞ്ഞിട്ട് ബദാമായിട്ടുള്ള അന്ന് പറഞ്ഞത് നട്ട്സ് 1000 ചില രൂപയാണ് ഇതിന് 1 കിലോഗ്രാമിന് ഇവിടെ വിൽക്കുന്ന പൈൻ നട്ട്സ് എന്ന് പറയും. അത് ഈ ഇനത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഈ വെറൈറ്റിയിൽ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. ഓക്കെ, പാകിസ്ഥാനിലൊക്കെ ഉണ്ട്. പിന്നെ പല CIS കൺട്രീസിൽ കസാക്കിസ്ഥാൻ അവിടെ ഇവിടെയൊക്കെ ഈ സാധനങ്ങൾ പൈൻ നട്ട്സ് അധികം കഴിക്കാറുണ്ട്. ഇന്ത്യയിലുള്ളത് ഇവിടെയാണ്. ഇനി കാശ്മീരിൽ ഉണ്ടോ എനിക്കറിയില്ല. പിന്നെ ചിൽക്കോസ എന്നാണ് പേര്. ഇവിടെ ഇതില് കിന്നോർ ലാംഗ്വേജിൽ മ്യൗസ. ട്രീസിന്റെ ലീവ്സ് ആണ്, പൈൻ ട്രീസിന്റെ ലീവ്സ് ആണ്. ഈ ലീവ്സ് ഇവർ എന്ത് ചെയ്യും, സമ്മറിലാകുമ്പോൾ ഇതിങ്ങനെ പോകും. എന്നിട്ട് ഇവിടെ അടിച്ചു വാരി ഇടും. എടുത്തിട്ട് പിന്നെ പശുവിന്റെ തൊഴുത്തിൽ ഒന്നായിട്ട് വിരിക്കും. അങ്ങനെ വിരിച്ചു കഴിഞ്ഞാല് പിന്നെ പശു അതിൽ ചാണകം ഇടും. ഓക്കെ, എന്നിട്ട് അവർക്ക് ചൂടും കിട്ടും, വിന്ററിൽ അവരതിൽ ചാണകം ഇടും. എന്നിട്ട് അതെന്തായും ഒരു കേക്ക് മാതിരിയാവും. ഈ പുല്ലും ഈ ചാണകം കൂടി ഒരു കേക്ക് മാതിരിയാവും. എന്നിട്ട് അത് അവർ കട്ട് ചെയ്തിട്ട് ആപ്പിൾ ട്രീസ് ഇടും. അത് വളമായിട്ട് അത് വളമാവും. അത് ആദ്യം ആടുകൾക്ക് ചൂടും ഉപയോഗിക്കും. പിന്നെ അത് സമ്മർ ആകുമ്പോൾ അവരത് കട്ട് ചെയ്തിട്ട് അത് പിന്നെ വളമാക്കി. അതല്ല ഈ താഴെ കിടക്കുന്ന സാധനങ്ങളൊക്കെ. ഇതാട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചതേ അത് കത്തിക്കാൻ വേണ്ടിട്ടേക്കുന്ന അല്ലേ? ഓക്കെ, പഴയ കാലത്ത് ബാംഗ്ലൂരിൽ വന്ന കഥ പറയാം. അന്ന് ഫുള്ള് സൗത്ത് ഇന്ത്യൻ മൂവീസ് ആയിരുന്നു അത് കളിച്ചിരുന്നത്. പുള്ളിക്ക് ഹിന്ദി മൂവി കാണാൻ വേണ്ടിട്ട് ഓട്ടോറിക്ഷക്കാരൻ ദൂരത്തെ ഓരോ തിയേറ്ററിൽ ഏതാ മൂവി കണ്ടത്? കോൺസി മൂവി ദേക്കാം? ഖിലാടി സച്ചി ചേസി, അക്ഷയ് കുമാർ മൂവീസ്. അപ്പൊ ഇവിടെ ഇവരോടൊപ്പം സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു ഗുണം കിട്ടിയിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഫിക്സഡ് ആയിട്ട് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ ഹിമാചലിൽ തന്നെ അധികം ആരും പോയിട്ടില്ലാത്ത ഒരു യുണീക്കായിട്ടൊരു പ്ലേസിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി.
വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആൻസ്കിൻ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ ഗ്രാമം കുണു ചരൺ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നമ്മൾ പോകാൻ വേണ്ടി ട്രൈ നടത്തി നോക്കാം. എന്തായാലും ഇവരോട് താങ്ക്സും ബൈയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബൈ ബൈ, സി യു. അപ്പോൾ നമ്മളിവിടുന്ന് പോകാട്ടോ. നമ്മൾ നിർത്തിയിട്ട് ആ സ്ഥലത്ത് നിന്ന് മുമ്പോട്ട് പോകാട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് റോഹി വില്ലേജിലോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് വരെ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാം. ഓ നൈസ് റൂട്ട് കേട്ടോ. നമ്മളിപ്പോൾ റോഗി വില്ലേജിലാണ്. റോഹി എന്നാട്ടാ പറയണ. എഴുതുമ്പോൾ ROGH എന്ന് എഴുതും. ഇതിപ്പോൾ അവിടുത്തെ ഒരു ടെമ്പിളാണ്. ഓ എൻ്റെ പൊന്നെ, നോക്കിയേ സ്ഥലം നോക്കിയേ. റോഡ് ഇനി പോകാൻ പറ്റില്ല. അതല്ലെങ്കിൽ അങ്ങനെ നോക്കുക, പോകാൻ പറ്റുന്നതിന് മാക്സിമം നമ്മൾ പോയിരിക്കും. സാധാരണ റോഗിയിലൊന്ന് വണ്ടികളൊക്കെ അപ്പുറത്ത് വരെ വരാറുള്ളൂ. നമ്മള് ഉസ്താദിനെ ഇങ്ങോട്ട് ഓടിച്ച് കയറ്റി. ഇവിടെ നോക്കിയേ, ഇവിടം വരെ ഉള്ളു റോഡ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് സ്നോ ആണ്. ഓൾഡ് ബ്രിട്ടീഷേഴ്സ് റോഡിനാണ് റോഡ് ഇതായിരുന്നു, ഷിംലയിലോട്ട്. റാംപൂർ വഴി മറ്റേ റോഡ് ഷിംലയിലോട്ടുള്ള വഴി ഇതായിരുന്നു. ഓക്കെ. പിന്നെ താഴത്തുള്ള റോഡ് വന്നതോട് പിന്നെ ഈ റോഡ് അതല്ലേ. ഓഫ് റോഡ് ഉണ്ടാവില്ല എന്നാലും? ഓഫ് റോഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ സമ്മർ ടൈമിൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടെ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു റോഡാട്ടത്. ഹെവി വണ്ടി കിടക്കണ കിടപ്പ് കണ്ട. എന്താ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഏതൊക്കെ ടൈപ്പ് റോഡിലൂടെ ട്രാവൽ ചെയ്യുന്നത്. എവിടെയൊക്കെ പല സ്നോയിൽ കൂടി കയറി, ബ്ലാക്കേജ് കയറി, എല്ലായിടത്തും നല്ല പുല്ല് പോലെ തുള്ളി കയറുന്ന വണ്ടി എല്ലാടാകാതെ. ഈ ഒരു സീനും നോക്കി, ഇതാണ് നമ്മൾ റോഹിയിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച. എന്ത് രസമല്ലേ. തല ഉയർത്തി നിൽക്കുന്ന മൗണ്ടൻ റേഞ്ചസും അതുപോലെ ഇപ്പുറത്തുള്ള കുഞ്ഞു ഗ്രാമവും. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ്. ഇവിടെ ഉള്ളവരൊക്കെ മിക്കവാറും കൃഷി ചെയ്തിട്ട് ജീവിക്കുന്നവരാണ്. പിന്നെ ഇവിടെ കാണാനായിട്ട് മെയിനായിട്ട് ഒരു പഴയൊരു ടെമ്പിൾ ഉണ്ട് ഇവരുടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ കയറിയായിരുന്നു. പക്ഷേ ഇത്തവണ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവർക്ക്, ട്രാവലേഴ്സിൽ നിന്നല്ല പുറത്തുനിന്നുള്ള ആർക്കും ഇവിടെ പ്രവേശനമില്ല. ഈ വില്ലേജേഴ്സിന് മാത്രമാണ് ആ ഭാഗത്തോട്ടൊക്കെ പോകാൻ ഒരു അനുമതിയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. എന്തായാലും ഇവിടുത്തെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഉള്ള വീടുകളൊക്കെ കാണാൻ രസമാട്ടോ. ആ ഒരു പഴയ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാക്കിയേക്കണ ഒരുപാട് വീടുകൾ ഇപ്പോഴും നമുക്ക് കാണാം. ഇപ്പോൾ ഇനി അവർ കൺസ്ട്രക്ട് ചെയ്യുന്നതെല്ലാം പുതിയൊരു രീതിയിലാണ് ചെയ്യണത്. എന്തായാലും ഒരുപാട് പഴയ വീടുകളുണ്ട്. പിന്നെ ഒരു ഉണങ്ങിയ ആപ്പിൾ മരത്തിൽ നിറയെ ഗോൾഡൻ ആപ്പിൾ നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റിയത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റോഹിയിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ കുറേ സമയം നിന്നു. അതിന് ശേഷം ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാൻ പോവാണ്. ഇനി നമുക്ക് പോകാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൽപ്പയിലോട്ടാണ്. കൽപ്പയിൽ ചെന്നിട്ട് റെക്കോംപിയോയിൽ നിന്ന് പിന്നെ സ്പിറ്റി റോഡിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ നമ്മൾ വണ്ടിയിൽ കയറി മനോഹരമായിട്ടുള്ള കാഴ്ചകളിലൂടെ ഈ ഒരു പൈൻ മരങ്ങൾക്കിടയിലൂടെ നമ്മുടെ ഉസ്താദ് മുമ്പോട്ട് പോവുകയാണ്. But now I see you, there's nowhere to hide. I'm gonna chase you down, not gonna lose this fight. And the years that you've stolen, I'm taking back. I'm spending all my time breaking chains, breaking lies that have weighed me down. Oh, I know I'm not out of the woods yet, but I'm pushing it a lot ahead. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നത്. ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള യാതൊരു പ്ലാനും ഇല്ലാതെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതുപോലെ അങ്ങനെ തീരുമാനമൊക്കെ മാറ്റിയിട്ടുള്ള ഒരു യാത്ര. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ റോട്ടിൽ നിന്ന് നേരെ കൽപ്പയിലെത്തിയേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കൽപ്പയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം ഞങ്ങളിങ്ങനെ നിന്നു. എന്ത് സീനാ നോക്കിയേ. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കൽപ്പ വില്ലേജ്, ഫ്രണ്ടിൽ കിന്നർ കൈലാസ് മൗണ്ടൻ റേഞ്ചസ്. കിന്നർ കൈലാസിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6050 ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാളും ഹൈറ്റിലാണ് ഈ ഒരു കിന്നർ കൈലാസ്. ഇത് സമ്മറിൽ അങ്ങോട്ടേക്ക് ട്രക്കിംഗ് എന്ന് വെച്ചാൽ യാത്രയാട്ടോ. ഒരു തീർത്ഥാടനം പോലെ പോകുന്ന ഒരു ഏരിയയാണ്, ഒരു സ്ഥലമാണ് കിന്നർ കൈലാസ് യാത്ര എന്നാണ് പറയാറുള്ളത്. പൊതുവെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആളുകൾ പോകുന്ന ഒരു ഏരിയ ആണ്. അവിടെ മേളിലൊരു ശിവലിംഗമുണ്ട്.
അപ്പോൾ ഇതിനു മുമ്പ് വന്ന സമയത്ത് ഇതുപോലെ റോഗി വില്ലേജിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരാളിങ്ങനെ റോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ വിൻ്റർ സമയത്ത് കിന്നർ കൈലാസിലോട്ട് കയറിപ്പോകാൻ പറ്റില്ല എന്നാണ് ബാവുക്ക ചോദിച്ചത്. ബാവുക്ക അതും ചോദിച്ചായിരുന്നു. ബാവുക്ക അതിൻ്റെ പോസിബിലിറ്റി നോക്കിയായിരുന്നു, നമുക്ക് കയറാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് കയറിയതിനെ ആൾ. എന്തായാലും ബാവുക്ക ബാക്കിയുള്ള അത്യാവശ്യം മൗണ്ടനൊക്കെ കീഴടക്കിയിട്ടുണ്ട്. കിന്നർ കൈലാസ് മാത്രം ബാവുക്കൊക്കെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. നല്ലൊരു ഫീലാട്ടോ ഇതുപോലെയുള്ള ഇങ്ങനെ കാഴ്ചയെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട്. എന്താ പറയുക, കുറേ സമയം ഇതിപ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. ശരിക്കും ഇവിടുത്തെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ താഴെ ഇവിടെ വീടുകളിൽ നിന്ന് വെച്ചേക്കുന്ന ഹിമാചലി പാട്ടുകൾ ഇങ്ങനെ ചെറുതായിട്ട് കേൾക്കാം. നിങ്ങൾക്ക് ക്യാമറ കേൾക്കുമെന്ന് അറിയില്ല, സൈലൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ അതും കേട്ടിട്ട് ഈ ഒരു കാഴ്ചയും കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്, ചുണ്ടൊക്കെ വരണ്ട് ഐസായി തുടങ്ങി. എന്നാലും അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ പണി വാളതുകൊണ്ട് വേഗം പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഇരുട്ടണതിന് മുമ്പേ നമുക്ക് ഏതെങ്കിലും ഏരിയ എത്തണം, നാക്കോയോ ഏതെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കൽപ്പയിൽ നിന്ന് റെക്കോങ്കി വഴി താഴത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സ്പിറ്റി വാലിലോട്ട് പോകാൻ വേണ്ടി ഒരു ട്രൈ നടത്തി നോക്കാം. കാരണം ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷം, അതായത് സ്പിറ്റിയിൽ ഫുള്ള് ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ അതിന് ശേഷം ടൂറിസ്റ്റുകൾ ആരെയും കടത്തി വിട്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ആ റൂട്ടിൽ പോകുമ്പോൾ സുംദോ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഒരു ചെക്ക് പോസ്റ്റിനപ്പുറം സഞ്ചാരികളെ ആരും വിടുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സുംദോ വരെ നമുക്ക് പോയി നോക്കാം. അവിടെ ചെന്നിട്ട് സിറ്റുവേഷൻ എന്താണെന്നനുസരിച്ചിട്ട് മുമ്പോട്ടാണെങ്കിൽ മുമ്പോട്ടോ, അല്ലെങ്കിൽ അതിനിപ്പുറത്തുള്ള മറ്റേതെങ്കിലും കാഴ്ചകളിലോട്ടാണെങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണി ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റെക്കോംക്യോയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സ്പിറ്റി വാലിയിലോട്ടാണ് പോണത്. ബാവുക്ക അങ്ങനെ വാനിൽ സ്പിറ്റിയിലോട്ട് ഹെവി അഡ്വഞ്ചർ ആയിക്കോട്ടെ അത് അല്ലേ. അത് ഈ ഒരു ടൈമിൽ നമ്മൾ എവിടെ എത്തും, എത്തുന്നിടത്തെത്തും. അതെ, നിർത്തും. അതാണ് ഇവിടെ റോഡൊക്കെ നന്നായിട്ടുണ്ടല്ലോ നോക്കുക. ഈ ഭാഗത്തൊക്കെ നേരത്തെയൊക്കെ ഭയങ്കര മോശമായിരുന്നു ഇവിടെ. ഇനി അങ്ങോട്ട് ഇതുവരെ നമ്മൾ കണ്ട ഒരു റീജിയൻ ആയിരിക്കില്ലല്ലോ നോക്കുക. കോൾഡ് ഡെസേർട്ട് മൗണ്ടൻസ് എന്ന് പറയുന്ന, അതായത് കണ്ടു കഴിഞ്ഞാൽ ഡെസേർട്ട് പോലെ ഇരിക്കും, പക്ഷെ തണുത്ത് അതുപോലെ തണുപ്പാ. എത്ര സ്പിറ്റിയിലൊക്കെ കാലാവസ്ഥയൊക്കെ എത്ര ആയിരിക്കും? മൈനസ് ആയിരിക്കില്ലേ? മൈനസ് ടെമ്പറേച്ചറിലോട്ടാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മുടെ യാത്ര തുടരുക കേട്ടോ. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ ആ ഒരു ഏരിയ കണ്ടുപിടിച്ചു. അതായത് ഇതുവരെ ആരും പോയിട്ടില്ലാത്ത ഒരു ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ ഈ ഒരു മെയിൻ റൂട്ടിൽ സ്പിറ്റി വാലിലോട്ടുള്ള മെയിൻ റൂട്ടിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ഈ ഒരു ചെറിയ പാലം, അതായത് ഒരുപാട് പഴക്കമുള്ള ഈ ഒരു പാലം കടന്നിട്ട് നമ്മൾ പോകാൻ പോണത് ആ ഒരു റൂട്ടിലോട്ടാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഗൂഗിളിൽ റോഡ് മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടം വരെയാണ് ഏകദേശം റോഡ് ഉള്ളൂ. അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ അതായത് ഗൂഗിളിന് പോലും മാർക്ക് ചെയ്യാത്തൊരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ ഇത് എവിടെയാണോ ഒന്നും അതിന് ഐഡിയ ഇല്ല. റോഡ് ഇങ്ങനെ ഉണ്ട്, നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ചോദിക്കാനാണെങ്കിൽ ആളും മനുഷ്യനൊന്നുമില്ല ഇവിടെ. ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു മൊണാസ്ട്രിയും ഒരു വില്ലേജും ഉണ്ട്. ആ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോണത്. എത്രത്തോളം കയറിയെന്ന് അറിയില്ല, എത്ര ആൾട്ടിറ്റ്യൂഡിലാണെന്ന് അറിയില്ല. എന്തായാലും എവിടെയെങ്കിലും എത്തും എന്ന് ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ